പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഗവർണർ രാജേന്ദ്ര അർലേക്കറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് 15ാം നിയമസഭയുടെ അവസാന സമ്മേളനത്തിന് തുടക്കമാവുക. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഒഴിവാക്കിയാണ് ഗവർണർ നയപ്രഖ്യാപനം നടത്തുക. മന്ത്രി സജി ചെറിയാന്റെ വർഗീയ പരാമർശങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ളയും പ്രതിപക്ഷം സഭയിൽ ഉയർത്തുമ്പോൾ ഭരണനേട്ടവും രാഹുൽ മങ്കൂട്ടത്തിൽ വിഷയവും ഉയർത്തി പ്രതിരോധിക്കാനാണ് ഭരണപക്ഷ നീക്കം. ഈ മാസം 29-നാണ് ബജറ്റ് പ്രഖ്യാപനം. 32 ദിവസം നീണ്ടു നിൽക്കുന്ന സഭാ സമ്മേളനം മാർച്ച് 26-നാണ് അവസാനിക്കുക. ടി വി പ്രസാദിന്റെ വിവരങ്ങൾ നൽകാൻ. പ്രസാദ്, ഈ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള നിയമസഭാ സമ്മേളനം, രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം, ഗവർണർ എങ്ങനെയായിരിക്കും നയപ്രഖ്യാപന പ്രസംഗം നടത്തുക എന്നുള്ള ആകാംക്ഷ, ഒപ്പം 3 MLA-മാരില്ലാത്ത നിയമസഭാ സമ്മേളനം കൂടിയാണ് ചേരുന്നത്. ശ്രുതി കീർത്തന പറഞ്ഞതുപോലെ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനമാണ് ഇന്ന് സമ്മേളിക്കുക. അതിൽ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം തുടങ്ങുക. നയപ്രഖ്യാപന പ്രസംഗത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായി നേരത്തെ തന്നെ LDF സർക്കാർ എന്ന നിലയിൽ ഉണ്ടാകാറുള്ളതാണ്. അക്കാര്യം ഒഴിവാക്കിക്കൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗം ഇത്തവണ ഗവർണർ വായിക്കുക. നമുക്കറിയാവുന്നതുപോലെ ഗവർണർ മിക്ക സമയങ്ങളിലും പല വിഷയങ്ങളിലും സർക്കാരുമായി ഏറ്റുമുട്ടലിന്റെ പാതയിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗങ്ങൾ, പ്രധാനമായും സാമ്പത്തികമായി സംസ്ഥാനത്തെ ഞെരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പലതവണ ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ ഭാഗങ്ങൾ മാറ്റി നിർത്തിയായിരിക്കും ഇന്ന് ഗവർണർ നിയമസഭയെ നയപ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കുക. അതോടൊപ്പം തന്നെ പറഞ്ഞതുപോലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപാട് ആയുധങ്ങൾ കരുതിയിട്ടാണ് അവസാന നിയമസഭാ സമ്മേളനത്തിലേക്ക് വരുന്നത്. നമുക്കറിയാം, ചൂടേറിയ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയും തുടരുന്നുണ്ടായിരുന്നു. ഏറ്റവും അവസാനം വന്ന സജി ചെറിയാന്റെ വിവാദ പ്രസ്താവന, അത് വളരെ ചർച്ചയായിട്ടുണ്ട്. ആ വിഷയവും നിയമസഭയുടെ പരിഗണനയിലേക്ക് വരും എന്നുള്ളതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയായിരിക്കും പ്രതിപക്ഷം പ്രധാന ആയുധമായി ഉയർത്തുക. അങ്ങനെ ഉയർത്തുന്ന സമയത്ത് UDF-ന്റെ കാലത്തും ഇതെല്ലാം നടന്നിട്ടുണ്ട് എന്ന പ്രതിരോധം അത് LDF-ഉം സഭയിൽ തീർക്കും എന്നുള്ളത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ പുനർജനി കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ആയുധമാക്കി ഭരണപക്ഷം എടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ പ്രതിപക്ഷം ആഞ്ഞടിക്കാനുള്ള എല്ലാ വകുപ്പുകളും കൊണ്ടാണ് ഇന്ന് സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ വരിക എന്നുള്ളതാണ്. സമ്മേളനത്തിൻ്റെ പ്രത്യേകത പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ നിയമസഭാ സമ്മേളനത്തിൽ നേരത്തെ വിശദീകരിച്ചതുപോലെ ആ പൂർണ്ണ ബജറ്റിൽ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിക്കുക, എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഏവരും കാത്തിരിക്കുന്നതാണ്. കാരണം ഒരു 3ാം പിണറായി സർക്കാർ ലക്ഷ്യമിട്ടുകൊണ്ടാണ് LDF മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാ ഊർജ്ജവും നൽകുന്ന ഒരു ബജറ്റായിരിക്കും ഇത്തവണ അവതരിപ്പിക്കുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും നിയമസഭയുടെ പരിഗണനയിലേക്ക് വരും. നിയമസഭയിൽ വലിയ പ്രതിഷേധം ഉയർത്താനും അതിനെ പ്രതിരോധിക്കാനുമുള്ള എല്ലാ തന്ത്രങ്ങളും ഇരു വിഭാഗങ്ങളും ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ശ്രുതി, കീർത്തന. ഓക്കെ, വ്യക്തമാണ്. ടി വി പ്രസാദാണ് വിശദവിവരങ്ങൾ നൽകിയത്.